അത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിലെ ഈ വ്യക്തിപൂജയും അതേപോലെ ആൾദൈവങ്ങളും ഉണ്ടാക്കിയത് ഇവിടുത്തെ മീഡിയകളാണ്. അതിൽ നല്ലൊരു പങ്ക് മീഡിയക്കുണ്ടെന്ന് പറഞ്ഞു. ആ പ്രഭാഷണവും കഴിഞ്ഞ് 500 ദിർഹംസ് എനിക്ക് അതിനെ കൂലിയായിട്ട് തരികയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് ആ നാട്ടിൽ നിന്ന് പോയി അബുദാബിയിലേക്ക് പോയി. അബുദാബിയിൽ വെച്ച് ഒരു ഫോൺ കോൾ, നിങ്ങൾ ഞങ്ങളുടെ തങ്ങളെ അപമാനിച്ചു. ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഞാൻ എന്താണ് അപമാനിച്ചത്? തങ്ങളെ ഇവിടുത്തെ സുന്നി പ്രവർത്തകർ കാണുന്ന ആ രീതിക്ക് എതിരാണ് നിങ്ങൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, കരുതിക്കുട്ടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇനി സുന്നി പ്രവർത്തകർ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്ന് പറയുകയും, പിന്നീട് ദുബൈയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളെ ഞാൻ കണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ തങ്ങളെ അപമാനിക്കാനോ മോശപ്പെടുത്താനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പൊതുവെ ദൈവങ്ങളുടെ വിഷയം, തങ്ങൾ ദൈവമല്ലല്ലോ, ദൈവങ്ങളുടെ വിഷയം ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, മോനെ, എനിക്കതിലൊരു കുഴപ്പമില്ല, ഞാനത് പൊരുത്തപ്പെട്ടേക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് എനിക്ക് ആ വിഷയത്തിൽ വലിയ കടപ്പാടുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ അല്ലയിൽ പോയിട്ട് അത്തിപ്പറ്റ മൊയ്തി മുസ്ലിയാരുടെ അടുക്കൽ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കരുത് കേട്ടോ. കാരണം അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഏറെക്കുറെ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന്. അപ്പോൾ എനിക്ക് ബോധ്യമായി, ഈ തങ്ങന്മാരും ഈ അഭിനവ ഔലിയാക്കന്മാരും ഈ മുസ്ലിയാക്കന്മാരൊക്കെ ആൾദൈവത്തിന് സമാനമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മൂന്നാമത് എനിക്ക് കടപ്പാടുള്ളത് മറ്റന്നാൾ ഇവിടെ പ്രസംഗിക്കാനുള്ള അലവി സക്കാഫിനോടാണ്. അദ്ദേഹത്തിനോട് വലിയ കടപ്പാടുണ്ട്. കാരണം നമ്മളിവിടെ കൊണ്ടു നടന്ന മൗലൂദ് കിതാബ് ഞാൻ എൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പ്രസന്റേഷനായിട്ട് കൊടുത്ത മൗലൂദ് കിതാബ് വേണമെങ്കിൽ കാണിച്ചത്, അത് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ആ മൗലൂദ് കിതാബിൽ ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ ഞങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ബഹുമാനം ഉണ്ടായി. ഇനി 23-ാം തീയതി വന്നിട്ട് ആ 5ഉം കൂടെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രസംഗിക്കാൻ ഒരു വേദി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അതാണ് പറയാനുള്ളത്. കാരണം ഇത്രയേറെ വിഡ്ഢിത്തരം വിളിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പാപ്പർ സൂട്ടായ വിഡ്ഢി ഈ ലോകത്തുണ്ടെങ്കിൽ ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറുപടി പറയണമെങ്കിൽ. അപ്പോൾ സമയം ഞാൻ കളയുന്നില്ല. ഇൻഷാ അള്ളാഹ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ അതുകൂടെ ഒരൊറ്റ വാക്കിൽ പറയണമല്ലോ. ദുരനുഭവങ്ങൾ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകണം എങ്കിൽ ഇപ്പം 2.5 മാസത്തിലായിട്ട് വന്നിട്ട് ഉണ്ടാകണമെങ്കിൽ കണ്ണൂർ പുതിയങ്ങാടി നിവാസികൾ വെല്ലുവിളിച്ചേക്കാണ്, ആൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് വാ, മുട്ടും കാല് തല്ലി ഓടിക്കുന്നു. അപ്പം ഞാൻ അവിടെയുള്ള CP സലീം അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിർബന്ധമായും പഴയങ്ങാടി പുതിയങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട്, കടപ്പുറത്ത് വേണ്ട, കാരണം ആയിരങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകൂല. പഴം എറിയണ സൈസാണ്. പഴം എറിഞ്ഞ് കഴിഞ്ഞ പഴം എറിയുന്ന ചടങ്ങിൽ ഞാനും സന്നിധനായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടുത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാം. കടലിൽ കർക്കിടക മാസത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി, കടൽ ദേവതയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി തങ്ങൾ മന്ത്രിച്ചൂതിയ പഴം എറിഞ്ഞ് എനിക്ക് ആ പഴം കിട്ടി എറിയാൻ വേണ്ടി ഞാൻ എറിഞ്ഞില്ല, ജുബ്ബയുടെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പോരുത്. കാരണം അത് എറിഞ്ഞാൽ ശരിയാവില്ല എന്നറിയാം. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ, ഞാൻ CP സലീമിനോട് പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കണം. ഞാൻ അവിടെ 3 വർഷം പുതിയങ്ങാടി വാസികളോട് പറഞ്ഞതിൽ എന്ത് പിഴവുണ്ട്? അവർക്ക് ചിന്തിച്ചാൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ CD പുതിയങ്ങാടിലെത്തുമെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, കഴിഞ്ഞ 1.5 വർഷക്കാലമായി നിങ്ങൾ സംഘടിപ്പിച്ച കുത്തുബിയത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. പുതിയങ്ങാടി നിവാസികൾ സംഘടിപ്പിച്ച മൗലീദുകളിൽ, കണ്ണുനോക്കുകളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. അവിടെ ഖത്തീബ് തൽക്കീനോദൽ വാജിബാണ്. ഖത്തീബ് തൽക്കീൻ ഓതി കൊടുത്താലേ ഖബറാളിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ പോലും. ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷമായി തൽക്കീനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളിൽ നിന്നും കഴിവതും മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? തുറന്നു പറയാനുള്ളതായ ഒരു വേദി എനിക്ക് കിട്ടണം. ആ വേദി മൗലവി സുഹൈർ ചുങ്കത്തയുടെയുമായി ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ മുജാഹിദുകാരനൊന്നും ആകണ്ട, പക്ഷെ നിങ്ങൾക്ക് വേദി ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് വേദി തന്നു, ഞാൻ ഈ പ്രസ്ഥാനവുമായി പഠിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഖുതുബയിലൂടെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഒതുങ്ങി കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അത് പ്രകാരം വന്നെങ്കിൽ തന്നെയും ഇത് ഒതുങ്ങിക്കഴിയേണ്ട ഒരു കാര്യം അല്ല. ഇത് ഇവിടെയുള്ള മൗലവി വേഷധാരികളായ മുസ്ലിയാക്കന്മാരായ ആളുകളോട് തുറന്നു പറയേണ്ട കാര്യമാണ്. കൂട്ടത്തിൽ പറയുന്ന സുന്നികൾ ഞങ്ങളാണെന്ന് ഓരോരുത്തർ പറയുകയും 2 വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സുന്നിയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവർ സുന്നികളെന്ന് പറയുന്നത് സത്യത്തിൽ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ഇവർ സുന്നത്ത് ചെയ്തതിൻ്റെ പേരിലല്ല, സുന്നത്തിനെ നിഷേധിച്ചതിൻ്റെ പേരില സുന്നികളായത്.
പണ്ട് ഖാദിരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അവർ ഖദറിനെ നിഷേധിച്ചതിന്റെ പേരിൽ അവർ ഖാദിരിയാക്കളായി എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ കൂട്ടര് സുന്നത്തിനെ നിഷേധിച്ചതിന്റെ പേരിൽ സുന്നികളായി തീർന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെയെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരല്പം ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ചാഞ്ഞോ. ഇത് ശരിയായ പ്രസ്ഥാനമാണ്, ഇതിൽ ഹക്കാണ് അവർ തുറന്നു പറയുന്നത്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമുക്ക് വായ്ദ ചെയ്തിരിക്കുന്ന ആ സ്വർഗത്തിൽ നമുക്ക് കിടക്കാൻ കഴിയും. പടച്ചവനതിന് നമുക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.